വയനാട് മാനന്തവാടിയിൽ കാറിൽ തീകൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കെട്ടിടവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടിൽ കരാർ ലംഘനം നടന്നിട്ടുണ്ടെന്ന് സജീറിന്റെ ഭാര്യ സഹോദരൻ 24 പറഞ്ഞു. 40% പൊള്ളലേറ്റ സജീറിന്റെ ഭാര്യയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതേസമയം സംഭവ സ്ഥലത്ത് ഫോറൻസിക് പരിശോധന നടന്നു. സജീറിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ഇന്നലെയാണ് കാറിൽ സജീർ ആത്മഹത്യ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം വഞ്ചനാപരമായി കൈക്കലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ മനംനൊന്താണ് അദ്ദേഹം ഇങ്ങനൊരു കടുംകൈ ചെയ്തത്. ഭാര്യയ്ക്കും 3 മക്കൾക്കുമൊപ്പം മാനന്തവാടി എരുമത്തെരുവിലേക്ക് കാർ ഓടിച്ചാണ് ഇന്നലെ രാത്രി 11 മണിയോടെ സജീർ എത്തിയത്. തുടർന്ന് കാറിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് സ്വയം തീയിട്ടു. സജീർ തൽക്ഷണം മരിച്ചു. തീ പടരുന്നത് കണ്ടെത്തിയ നാട്ടുകാർ 2 കുട്ടികളെ രക്ഷപ്പെടുത്തി. 40% പൊള്ളലേറ്റ ഭാര്യയും ചെറിയ പരിക്കുകളോടെ 2.5 വയസ്സുള്ള മകളും ചികിത്സയിലാണ്. ബിസിനസ്സിൽ തന്നെ വഞ്ചിച്ചുവെന്ന് സജീർ ആരോപിച്ച മാനന്തവാടിയിലെ വ്യാപാരിയായ EC ബാപ്പുവിന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു ആത്മഹത്യ. വയനാട് കർണാടക അതിർത്തിയായ കുട്ടയിൽ ബേക്കറി നടത്തുകയായിരുന്നു സജീർ. ഇതിന്റെ ഉടമയുമായുള്ള സാമ്പത്തിക തർക്കമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് സൂചിപ്പിക്കുന്ന വീഡിയോ സന്ദേശം ബന്ധുക്കൾക്ക് അയച്ച ശേഷമായിരുന്നു ആത്മഹത്യ. അയാളൊക്കെ ബിൽഡിങ്ങിന് 25 ലക്ഷം റുപ്യ തിരിച്ചു തരുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ബിൽഡിങ് കൊടുക്കുന്നു. അങ്ങനെ അയാൾക്കെന്തില്ല ബിൽഡിങ് കൊടുക്കും. ഞാൻ ഫസ്റ്റേ പറഞ്ഞ് പേരോ ബാക്കി വേറെ എഗ്രിമെൻ്റോ ഒന്നും കൊടുക്കാൻ പാടില്ല. ഇപ്പം എന്തില്ല അയാളെന്തില്ല വേറെ ആൾക്കാർക്ക് വേറെ ഇപ്പോൾ ഒരു കൂട്ടത്തിലൊരു പാർട്ടിയെ ബേക്കറി അടിയിൽ ബേക്കറി എടുത്താൽ പേരെന്തില്ല മാറ്റിക്കളഞ്ഞു. എനിക്ക് കുറച്ച് ബാധ്യതയില്ലോണ്ട് മാത്രം ഞാൻ എന്തില്ല ബിൽഡിങ് അയാളോട് പറഞ്ഞ് നിങ്ങളെടുത്ത് 1,20 ലക്ഷം റുപ്യ എനിക്ക് മുടക്കുന്നുണ്ട്. 1,20 ലക്ഷം റുപ്യ മുടക്കിൽ നിങ്ങൾ 80 ലക്ഷം റുപ്യ കൂട്ടി തന്നാൽ മതി, ബാക്കി പോട്ടെ വിഷയമല്ല. അതിനയാൾ നിന്നില്ല. മറ്റൊരു വ്യാപാരിയുടെ പേരും വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. തനിക്കുള്ള ലക്ഷങ്ങളുടെ ബാധ്യതയും ഈ കുറിപ്പിലുണ്ട്. ഫോറൻസിക് സംഘമെത്തി കാർ പരിശോധിച്ചു. 2 പെട്രോൾ ക്യാനുകൾ കാറിൽ നിന്ന് കണ്ടെടുത്തു. സജീറിന്റെ ആരോപണങ്ങളെക്കുറിച്ച് മാനന്തവാടി പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.